Assalamualaikum, welcome to my channel. So this is my first long video. ഇതുവരെയായിട്ട് ഞാനൊരു ലോങ് വീഡിയോ അതൊരു വ്ളോഗ് ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇപ്പോൾ റമദാൻ ആയതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നേരത്തെ എണീക്കാറുണ്ട്. ലൈക്ക് 4:30 ഒക്കെ ആകുമ്പോഴേക്കും എണീക്കും. ഐ നോ ഇറ്റ്സ് നോട്ട് നേരത്തെ, ബട്ട് ഞാൻ കിടക്കാൻ അത്യാവശ്യം ലേറ്റ് ആകുന്നുണ്ട്. സോ എനിക്കത് നേരത്തെയാണ്. എണീറ്റ പാടെ ഞാൻ കുറച്ച് നേരം മന്ദപ്പടിച്ചായിരിക്കും ഉണ്ടാവുക. സോ ബാക്ക് ടു റിയാലിറ്റി ടേക്ക് സം ടൈം. പിന്നെ നേരെ വെള്ളം കുടിക്കും, അത്യാവശ്യം നല്ലോണം വെള്ളം കുടിക്കും. ദെൻ സ്ട്രെയിറ്റ് ഇൻ ടു ദ വാഷ്റൂം, ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഒക്കെ എടുത്തിട്ട് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കും. നമ്മൾ നേരെ കിച്ചണിലോട്ട് പോകും. ഡെയിലി നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാനൊന്നും ഉണ്ടാവില്ല, ബട്ട് ചില ടൈമിലുണ്ടാവും. സോ ഇന്ന് നമുക്ക് ഈ എഗ്ഗ് പൊരിക്കാണ്ടായിരുന്നു. സോ നമ്മൾ എഗ്ഗൊക്കെ പൊരിച്ചു. ആൻഡ് പിന്നെ നമുക്ക് ചായ ഒന്നും നിർബന്ധം അത്താഴത്തിന്. സോ നമ്മൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് സുഹൂറിന് ചോറും തക്കാളിക്കറിയും അതേപോലെ മുട്ട പൊരിച്ചതും ആട്ടം ഉണ്ടായിരുന്നു. സോ അതൊക്കെ കഴിച്ച പാടെ അത്യാവശ്യം പാത്രം അവിടെ കഴുകാനുണ്ടായിരുന്നു. സോ ഞാൻ അതൊക്കെ കഴുകി വെക്കും. അല്ലെങ്കിൽ പിന്നെ മോർണിംഗ് എണീറ്റാൽ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അത് കാണുമ്പോൾ. അപ്പോൾ നേരത്തെ തന്നെ കഴുകി വെച്ചാൽ പിന്നെ ആ ബുദ്ധിമുട്ടുണ്ടാവില്ല. സോ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കും. ആൻഡ് കൗണ്ടർ ടോപ്പും നമ്മൾ ക്ലീൻ ചെയ്തിടാറുണ്ട്. പിന്നെ ബാക്ക് ടു റൂം, നമ്മൾ നേരെ റൂമിലോട്ട് പോകും. ബിക്കോസ് സുബഹ് ബാങ്ക് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് സുബഹ് നിസ്കരിക്കണം. നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഓതും. എൻ്റെ ദിക്കറും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരമൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ സ്കിൻ കെയർ ചെയ്യും. നോട്ട് ടു മച്ച്, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ, ബോഡി ലോഷൻ ആൻഡ് ലിപ് ബാം. അത് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ ഡെയിലി ബേസിൽ. സോ അതൊക്കെ അപ്ലൈ ചെയ്യും. എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ ആട്ടോ വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹയ മോയ്സ്ചറൈസർ. ആൻഡ് ദിസ് ബോഡി ലോഷൻ ഈസ് ആൾസോ ഫ്രം വാസ്ലിൻ. ഞാൻ വാസ്ലിൻ്റെ വലിയൊരു ഫാനാണ്. സോ ഞാനെല്ലാം വാസ്ലിൻ്റെ യൂസ് ചെയ്യല്. എൻ്റെ കറൻറ്റ് സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഫുള്ളി വാസ്ലിൻ്റെ പ്രൊഡക്ട്സ് ആണ്. സോ അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ബാക്ക് ടു ബെഡ്. നമ്മൾ രാവിലെ ഒരു 10-11 മണിയാകുമ്പോൾ സാധാരണ എണീക്കാറുള്ളൂ. പക്ഷേ ഇന്ന് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു പോസ്റ്റ് ഓഫീസിൽ നിന്ന്. എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. സോ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ വാഷ്റൂം പോയി നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് ഫേസ് വാഷൊക്കെ ചെയ്തിട്ട് ബെഡ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. ബിക്കോസ് ബെഡ് സെറ്റ് ചെയ്താൽ തന്നെ അന്നത്തെ ദിവസം നല്ല പോസിറ്റീവാണെന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. സോ ഞാൻ എപ്പോഴും ചെയ്യുമോ ചോദിച്ചാൽ ഇല്ല, മൂഡ് അനുസരിച്ച്. പക്ഷെ ചെയ്യുന്ന ദിവസങ്ങളൊക്കെ എനിക്ക് അടിപൊളിയാവാറുണ്ട്. ബെഡൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ ആക്ച്വലി ആൾക്ക് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തു. നിയർലി ഒരു 1.5 hour വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. സോ ദിസ് ഇസ് ദ സർട്ടിഫിക്കറ്റ്. ഇതിൻ്റെ ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഒരു 1 വീക്കായിട്ട് ഞാൻ ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഞാൻ അപ്പം തന്നെ അത് പൊട്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ വലിയ കാര്യത്തിൽ ഫേഷ്യൽ റൈസറൊക്കെ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിരുന്നു ആ ഒരു എൻവലപ്പ്. പിന്നെ ഞാൻ കൈ വെച്ചിട്ട് കുറേ ട്രൈ ചെയ്ത് നോക്കി, അതും പറ്റുന്നുണ്ടായില്ല. മടി കാരണം കേട്ടോ, താഴെയാണ് സിസേഴ്സ്. സോ അത് എടുക്കാനുള്ളൊരു മടി കാരണം പിന്നെ ഞാൻ താഴെ പോയി സിസേഴ്സൊക്കെ എടുത്ത് വന്നിട്ട് കട്ട് ചെയ്ത് എൻ്റെ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫ്ലിപ്കാർട്ടിന് ഒരു കൊറിയർ റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാനതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കി. എല്ലാം വാൾ ഡെക്കോർ ഐറ്റംസ് ആയിരുന്നു. ബ്രദർ ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ ഓർഡർ ചെയ്ത് വെച്ചതാണ്. സോ നല്ല അടിപൊളി സാധനങ്ങളാണ്. അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ അഫോർഡബിൾ ആണ്. ആൻഡ് ഇതിനൊക്കെ വെറും 100 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. അതിന് വേർത്താണോ ചോദിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു. And that's all for today. Bye.